മന്ത്രി പി സി വിഷ്ണുനാഥ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ തന്നെ ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം കനത്ത മഴയും അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ ആ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൈമാറിയിരുന്നു. മുന്നറിയിപ്പ് ശരിവയ്ക്കും വിധം രാത്രി മുഴുവൻ കനത്ത മഴയായിരുന്നു. ഇന്നിപ്പോൾ ഒരു പുതിയ സാഹചര്യം ഉള്ളത്, ഇപ്പോൾ ഈ മൂഴിയാർ അണക്കെട്ടിൻ്റെ ജലനിരപ്പ് 190 മീറ്ററായി. 192 മീറ്റർ ആയാൽ അതിൻ്റെ ഷട്ടറുകൾ തുറക്കണം എന്നതുകൊണ്ട് അവർ തുറക്കാനുള്ള അനുവാദം KSEB ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ അനുമതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഏതു സമയത്തും മൂഴിയാർ അണക്കെട്ടിൻ്റെ ഷട്ടർ തുറക്കും. അപ്പോൾ നിലവിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഇനി അണക്കെട്ടിലെ ജലവും കൂടി എത്തുമ്പോഴുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കൊല്ലത്തുനിന്നും കൂടുതൽ മത്സ്യത്തൊഴിലാളികളും ബോട്ടുകളും എത്തുന്നുണ്ട്. NDRFൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സംഘമുണ്ട്. ജനങ്ങളോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്, ഒന്നാം നിലയിലൊക്കെ സുരക്ഷിതമാണ് എന്ന് കരുതിയിരിക്കുന്നവർ ജലനിരപ്പ് ഉയരുമ്പോൾ അവിടെ നിന്ന് മാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും അവിടത്തേക്ക് ഒന്ന് മാറി ഞങ്ങളോട് സഹകരിക്കണം, ഭരണകൂടത്തോട് ജില്ലാ ഭരണകൂടത്തോട് സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? അതിൻ്റെ ഒരു പ്രതിഫലനം ആറന്മുളയിൽ എത്താൻ മണിക്കൂറുകൾ എടുക്കും. കഴിഞ്ഞ ദിവസം സമാന സാഹചര്യം വരുമോ? അത് 3.5-4 മണിക്കൂർ കൊണ്ട് ആറന്മുളയിലെത്തും. 1.5 മണിക്കൂർ കൊണ്ടെങ്കിലും എത്തും. അപ്പോൾ റാന്നിയിലാണ് ആദ്യം വെള്ളം കയറുന്നത്. ഇപ്പോൾ സീതത്തോടൊക്കെ ഇപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം കയറി എന്നുള്ള വിവരമാണ്. കളക്ടർ റാന്നി കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അവിടുത്തെ MLA ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെയാണ് ഉണ്ടായിരുന്നത്, കോഴഞ്ചേരിയിലാണുള്ളത്. ഇവിടേക്ക് കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുക. അതേപോലെ തിരുവല്ലയും അതേപോലെ തന്നെയാണ്. ചെങ്ങന്നൂരിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഈ നദിയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ഡാമിൻ്റെ ഷട്ടർ തുറക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേക സവിശേഷ സാഹചര്യം, അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുമായി നിൽക്കുകയാണ്. അത് കൺഫേം ചെയ്തിട്ടില്ല. ഉരുൾപൊട്ടൽ കൺഫേം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൂഴിയാർ ഡാമിൽ ഷട്ടർ തുറക്കുമ്പോഴുണ്ടാകുന്ന അധിക ജലനിരപ്പ് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. മന്ത്രി റാന്നിയിൽ സന്ദർശനം തിരുവല്ലയും താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് റാന്നിയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചുകൂടെ കഴിയും. ഒരു പേടിക്കേണ്ട ഒരു സാഹചര്യം ജില്ലയിലുണ്ടോ, അതോ ജാഗ്രത മതിയോ? ജാഗ്രത വേണം, പാനിക്കാകേണ്ട കാര്യമില്ല. മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മഴ പെയ്യുന്നില്ല ഇവിടെ, അതൊരു ആശ്വാസമാണ്. പക്ഷേ ജാഗ്രത ഉണ്ടായേ മതിയാവും. കാരണം നമുക്ക് ഈ വെള്ളം താഴേക്ക് വരുമ്പോൾ പെയ്ത്ത വെള്ളം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്, ഡാമിലെ വെള്ളം അതിൻ്റെ കൂടെ ചേരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ജാഗ്രത നമുക്കുണ്ടായേ മതിയാവും. ആറന്മുളയിൽ ഇത് തന്നെയാണല്ലോ. റാന്നിയിൽ നിന്ന് നേരെ താഴേക്ക് ജലം വരുന്നത് ആറന്മുളയിലാണ്. അപ്പോൾ ആറന്മുള, മലപ്പുഴശ്ശേരി, അതുപോലെ തന്നെ ആറന്മുളയിലെ പഞ്ചായത്തുകൾ, ആറന്മുള പഞ്ചായത്ത് തുടങ്ങിയ ഈ നദീതീരവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിലല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ അനൗൺസ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ മാറണം, ഡാമിന് ഷട്ടർ തുറക്കുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് ഈ പ്രദേശങ്ങളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇല്ല, ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു അലർട്ട് പറയുന്നില്ല. മൂഴിയാറാണ് റെഡ് അലർട്ട് ഉള്ളത്. ഇപ്പോഴും ഈ ആറന്മുളയിലെ പല വീടുകളിലും മുകളിലെ നിലയിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, വരാൻ തയ്യാറാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇനിയും വെള്ളം ഉയരുക അല്ലെങ്കിൽ ആശങ്ക വരുമ്പോൾ അവരൊരു മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ലേ? ഇപ്പോൾ അവരെ നമുക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ് ക്യാമ്പിലേക്ക്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങൾ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയാതാകും. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. ഇപ്പോൾ മഴ തോർന്നു നിൽക്കുകയാണ്. ഈ സമയത്ത് അവർ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ബന്ധു വീടുകളിലേക്കോ, ഇല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ആരാധനാലയങ്ങളും പറഞ്ഞിട്ടുണ്ട് അവർ ഈ ആൾക്കാരെ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന്. അല്ല, ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച മഴ തന്നെ രാത്രി പെയ്തിട്ടുണ്ട്. ആ മഴ മുകളിൽ നിന്ന് താഴേക്ക് പെയ്ത്ത് വെള്ളം വരുന്ന ഒരു സമയമാണ് ഈ രാവിലെ. ഇപ്പോൾ കയറി തുടങ്ങിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ അതുകൊണ്ട് രാത്രിയിലെ മഴയുടെ റിസൾട്ട് ഉണ്ടാകുന്നത് പകലാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കണം. മറ്റേതെങ്കിലും നിർദ്ദേശങ്ങൾ, മുൻകരുതലുകൾ ഇതാക്കിയിട്ടുണ്ട്? അപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആളുകൾ മാറണം. ഈ പ്രത്യേക സാഹചര്യമുണ്ട്. രാത്രി മുഴുവൻ പെയ്ത മഴ, അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ഷട്ടർ ഉയർത്തുന്ന സാഹചര്യം വരുമ്പോൾ 20 സെൻറ്റിമീറ്റർ വരെയെങ്കിലും അത് കാരണത്താൽ ജലനിരപ്പ് ഉയരും. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. അവർ വേറെ ഒന്നും ചെയ്യണ്ട.
ഈ വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ കുഴപ്പമൊന്നുമില്ല, വെള്ളം കയറില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്നാം നിലയിലൊക്കെ ഇരിക്കുന്നവർ ഇപ്പോഴെങ്കിലും അവർ വരാൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. അത് ഞാനത് അനുഭവിച്ചാണ്. പാണ്ടനാടൊക്കെ നമ്മളെല്ലാവരും പോയി പറഞ്ഞതല്ലേ, എന്നാൽ അവർ കൂട്ടാക്കിയില്ല. ഇവിടെ അങ്ങനെ ഇത്രയും വെള്ളമൊന്നും വരില്ല എന്ന് പറഞ്ഞു. അവസാനം ആളുകൾക്ക് നമുക്ക് അവിടേക്ക് എത്താൻ പോലും കഴിയാത്ത വിധം എത്തുന്ന ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ, ഇപ്പം ഇത് എല്ലാ വീടിനും മതിലാണ്. ഈ വെള്ളം വല്ലാതെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, മതിലേ പോയി ഇടിക്കും, ബോട്ട് ആകും. ഈ പ്രശ്നം നമ്മൾ അനുഭവിച്ചതാണ്. ഇപ്പോഴാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്, ദയവേത് സഹകരിക്കുക. ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ ബന്ധുവീടുകളിലേക്കോ ആരാധനാലയങ്ങൾ ഒരുക്കിയ സൗകര്യങ്ങളിലേക്കോ ഇന്നത്തെ ദിവസത്തേക്കൊന്നും മാറുക. നമ്മളൊരു പാനിക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല, 18-ൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പമ്പയിലൊപ്പം തന്നെ ഈ കക്കാടാറിലും വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അപ്പോൾ അതും ആളുകൾക്ക് ആശങ്കയാണ്. ഈ ആറന്മുളയിലെ വെള്ളം നിലവിൽ അങ്ങോട്ട് തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് പോകുന്നു. അപ്പോൾ ആ മേഖലയിൽ കൂടി ഒരു പ്രതിസന്ധി വരികയല്ലേ? ഈ അധിക ജലം ഇപ്പോൾ ആറന്മുളയിൽ കിടക്കുന്നുണ്ട്, ഇത് അങ്ങോട്ട് ഒഴുകിയെത്തുന്നു, ആറന്മുളയിലേക്ക് റാന്നിയിൽ നിന്ന് വെള്ളം വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതെ, തിരുവല്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഡാം തുറന്നാൽ ആദ്യം കക്കട്ടാറിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത്, പിന്നെയാണ് പമ്പയിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ റാന്നിയിലെ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആളുകളെ മാറാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്, മാറ്റാൻ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് എത്താൻ ഒരല്പസമയം നമുക്കുണ്ട്. ആ സമയം നമുക്ക് ആളുകൾ ജില്ലാ ഭരണകൂടമായിട്ടും ഉദ്യോഗസ്ഥ സംവിധാനമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടും സഹകരിച്ചാൽ നമുക്ക് വലിയ തോതിൽ ഇതിന് ഒരാശ്വാസമായിരിക്കും. ആളുകൾ സഹകരിച്ചാൽ മതിയാവും. സഹകരിക്കാത്ത പ്രശ്നമുണ്ടോ മിനിസ്റ്ററെ? തുറന്നു ചോദിക്കുക. ആൾക്കാരുടെ പ്രശ്നമൊന്നും ആൾക്കാർ അവർ കുറ്റപ്പെടുത്തുകയല്ല, വരില്ല എന്ന ഒരു വിശ്വാസത്തിലിരിക്കുകയാണ്. അത്രയും വെള്ളം ഉയരത്തില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. സഹകരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകുന്ന അഭ്യർത്ഥന തന്നെയാണല്ലേ ആ രീതിയിൽ? അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടല്ലേ ശരിക്കും? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ പറയുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് ബോധ്യമാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അഭിമാന പ്രശ്നമാണോ ആളുകൾ? അങ്ങനത്തെ ബുദ്ധിമുട്ടാണ്? അങ്ങനെയൊന്നുമല്ല. കഴിയില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക എന്നൊക്കെ കരുതുന്നതാണ്. അഭിമാനത്തിൻ്റെ ഒന്നുമല്ല.